മകനെ നോക്കാൻ ഞാൻ വന്നതില് എന്നെ അഭിനന്ദിച്ചു. നിന്റെ ചേച്ചി നിന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും, വേഗം ചെല്ലെന്ന് പറഞ്ഞയച്ചു. അച്ഛനും അമ്മയും പിന്നെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ തന്നെ വേണം കൂടെ ഉണ്ടാവാൻ. അല്ല, നിനക്കിതെന്താ പറ്റിയേ? രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ഞാൻ പോയിന്ന് കിടന്ന് ഉറങ്ങട്ടെ ചേച്ചി. ശരി, ചെല്ല്. ഞാൻ വിശ്വസിക്കുന്നത് പോലെ എന്റെ അനിയത്തിക്ക് കിട്ടിയത് ഒരു നല്ല ജീവിതമാണോ? എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് സഹിക്കാനാവില്ല. ശ്രീകരൻ എന്തെങ്കിലും അസുഖം ഉണ്ടോന്നുള്ള ആലോചന തന്നെ അവളെ തളർത്തിയിട്ടുണ്ട്. ഭേദമായെന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും സന്തോഷത്തോടെയല്ലേ അവൾ തിരിച്ചു വരേണ്ടത്? ഉറക്കമില്ലാഞ്ഞിട്ടാണോ അവൾ അങ്ങനെ ആയത്? അതോ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു തവണ ശ്രീകരന്റെ വീട്ടിലേക്കൊന്ന് പോണം. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു രാത്രി മുഴുവൻ എന്റെ മകന്റെ ഒപ്പം നിന്ന് പോവാന്ന് പറഞ്ഞ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ആവനി, 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 എവിടെയാ ആവനി? ആവനി, നട്ടുച്ചയ്ക്ക് ഉറക്കമുണർന്നെഴുന്നേക്കുന്ന കല്യാണ ചെറുക്കനെ പോലെ ഒരുപാട് റെസ്റ്റ് എടുത്തെന്ന് തോന്നല്ലോ അളിയാ. ഗ്ലാമർ നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലോ. അമ്മേ, ആവനി എവിടെ അമ്മേ? എന്റെ കഴുത്തിൽ പിടിച്ചു നിർത്തിയതാടാ. നേരം വിളിക്കുന്നവരെ നിന്റെ റൂമിലല്ലായിരുന്നോ? അത് പോരാഞ്ഞിട്ട് പിന്നെ അന്വേഷിക്കായിരുന്നു. നിബന്ധനകളിൽ നിന്ന് നീയും വ്യതിചലിക്കുന്നത് ഈ അടുത്ത ഞങ്ങൾക്കും മനസ്സിലാവാൻ തുടങ്ങിയത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ? ബുദ്ധിയില്ലേടാ നിനക്ക്? ഞങ്ങളില്ലാത്ത സമയം നോക്കി ആവനിയെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. ഇത് മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ എന്തൊരു അപമാനമാണ്. അളിയോ, ആവനിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് അമ്മ നല്ലൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ സമ്മാനം എന്താവുമെന്ന് ആശ്ചര്യപ്പെടണ്ട. അവളുടെ കാരണം നോക്കിയൊന്ന് കൊടുത്തു. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു രാത്രി മുഴുവൻ എന്റെ മകന്റെ ഒപ്പം നിന്ന് പോവാന്ന് പറഞ്ഞ നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നിന്നെ ആ സൗണ്ട് ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിലുണ്ട്. ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പോലെയായിരുന്നു. ഏട്ടനെ ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവസാനം നമുക്ക് കിട്ടാതെയാവും. എല്ലാവരും കുറച്ചേരം ഒന്ന് മിണ്ടായിരിക്കേ. ഞാൻ അവളെ കൊണ്ടുവന്നെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ വിശ്വസിച്ചോ? നടന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് അറിയണ്ടേ? തലവേദനിക്കുന്ന ഒരു കോഫി തരാൻ ഇവളോട് പറഞ്ഞപ്പോ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞവൾ പോയി. കാവ്യക്ക് എന്റെ മേല് വലിയ ഇഷ്ടമല്ലേ? ഏട്ടത്തിയോട് പറഞ്ഞപ്പോ ഏട്ടത്തിയും പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മയുടെ സ്ഥാനത്തുള്ള ഇവർക്ക് എന്നോട് അത്രയ്ക്കും അനുകമ്പയുണ്ടല്ലോ. അടുത്തത് നമ്മളാ. ചേട്ടനെ അച്ഛന്റെ സ്ഥാനത്ത് എല്ലാവരും കാണാറ്. ഒരു ടാബ്ലറ്റ് തരാൻ പറഞ്ഞപ്പോ ഇത് മെഡിക്കൽ ഷോപ്പ് അല്ലാന്ന് പറഞ്ഞു പോയി.
പിന്നെയുള്ളത് ഈ അളിയന. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല. നൈസായിട്ടൊരു താങ്ങും കൂടെ. ശരി, എല്ലാവരും കൂടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യത്തിന് ഇറങ്ങിയതെന്ന് കരുതിയപ്പോ ഇവരെല്ലാരും കൂടെ സെക്കൻഡ് ഷോ സിനിമയ്ക്കാ പോയത്. അമ്മയും ഇല്ല, ഇവരും ഇല്ല. പനി വന്ന് ഞാൻ റൂമിൽ കിടന്നപ്പോ ആ സമയത്ത് ഭാഗ്യം കൊണ്ട് ആവനിയുടെ കോള് വന്നു. ഹലോ. ശ്രീകരേട്ടാ, അയ്യോ, ഇന്നലെ രാത്രി ഇവിടെയുള്ളവരുടെ സ്വാർത്ഥത കണ്ടു. അവനിയുടെ മനുഷ്യത്വവും കണ്ടു. അവൻ ഇന്നലെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ഞാനിവിടെ നിൽക്കില്ലായിരുന്നു അമ്മേ. നിങ്ങൾ പറഞ്ഞ പോലെ രാത്രി മുഴുവൻ ആവനി എന്റെ അടുത്തായിരുന്നു. എന്റെ കാര്യം നോക്കാൻ വേണ്ടി, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആവനിയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതല്ല അമ്മേ, ആ ദൈവം തന്നെ ഇങ്ങോട്ട് അയച്ചതാ. അങ്ങനൊരു പെൺകുട്ടിയെ മുഖത്തടിച്ച് അപമാനിച്ചാണോ പറഞ്ഞു വിട്ടത്? സോറി മോനെ, സംഭവിച്ചതൊന്നും തിരക്കാതെ ഞാനാ മോനെ ധൃതി കാണിച്ച്. ആവണി നമ്മുടെ വീട്ടിലേക്ക് വരരുതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു. കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടക്കുന്നുണ്ടല്ലോ. ഇതാണ് നിന്റെ സ്നേഹം. അനിയനെ കുറിച്ച് കരുതലില്ലേ നിനക്ക്? ഒരിക്കലുണ്ടായിരുന്നു. ആവനിക്ക് വേണ്ടി എന്നാണോ ഇവൻ എന്റെ കോളറിൽ കയറി പിടിച്ചേ, അന്നത്തോടെ അതില്ലാതായി. മനുഷ്യബന്ധങ്ങള് ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരാ. നിങ്ങളെക്കാളും ഒക്കെ അവന് എത്രയോ മോളിലാ. ആ ക്ലാസ് എടുത്തേക്കാ മതി. വാ, പോകാം പോകാം, വാ. ഞാൻ അവനെ അടിച്ചത് തെറ്റായി പോയേട്ടാ. അതേ വേദ, അമ്മേ, എന്റെ മകന്റെ ജീവിതം ഇത്രയും വലിയൊരു ചോദ്യചിഹ്നമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ കൂടെയുള്ളവര് ഭാര്യയും മക്കളുമായി സന്തോഷായിട്ട് കഴിയുന്നു. പക്ഷെ അവന് മാത്രം എന്റെ അമ്മയൊന്നും നടക്കാത്തത്. എന്ത് പാപം അവൻ ചെയ്തത്, എന്ത് അന്യായം ഞങ്ങള് ചെയ്തതമ്മേ. എന്റെ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയെ ഞാൻ എന്തിനാഗ്രഹിക്കുന്നത് അമ്മയ്ക്കറിയില്ലേ? എന്റെ സ്വാർത്ഥത ഞാൻ നോക്കിയിരുന്നേ അവനിയെ പോലൊരു നല്ല പെൺകുട്ടിയെ ഞാൻ എന്റെ മരുമകളാക്കുമായിരുന്നു. ചുറ്റുമുള്ള പല ഗ്രാമങ്ങൾക്ക് വേണ്ടിയാ അതാഗ്രഹിച്ചത്. വീട്ടിലുള്ളവരുടെ ശാപം ഒരു വശത്ത്, സുജാതയുടെ ശാപം മറ്റൊരു വശത്ത്. എന്റെ തല പിളർന്നു പോവമ്മേ. ഗ്രാമങ്ങളോട് അനീതി കാണിക്കാനാണോ അമ്മയുടെ ഭാവം? സുജാതയുടെ മുമ്പിൽ എന്നെ പരാജയപ്പെടുത്താനാണോ ഇത്? ഇത് അമ്മയുടെ ആവശ്യം. അമ്മ തന്നെ നടത്തണം. ഇല്ലെങ്കിൽ
എന്നെ ബലിയെടുത്തോളൂ. ഇനിയും ഇതൊക്കെ സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. എത്രയും പെട്ടെന്നൊരു വഴി കാണിച്ചു തരണേ അമ്മേ. വേദ, വിഷമിക്കരുത്. ഇനി എത്ര കാല ചേട്ടാ ഞാൻ ഈ അപമാനം? ദൈവകൽപ്പനകൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും. എന്റെ ക്ഷമ നശിച്ചു പോകുന്നേട്ടാ. എന്റെ വിശ്വാസം ഇല്ലാതാവ. അങ്ങനെ പറയരുത് വേദ. നമ്മുടെ ശ്രമങ്ങൾ നമ്മൾ തുടർന്ന് ബാക്കിയെല്ലാം ദൈവത്തിൽ അർപ്പിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജാതകത്തിൽ ജനിച്ച പെൺകുട്ടിയെ തീർച്ചയായിട്ടും ലഭിക്കും. കോഫി കുടിക്കുമോളെ? ഞാനിപ്പോ കോഫി കുടിക്കാനുള്ള മൂഡിലല്ല ഗൗതമി. വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഉടനെ ഡാഡിക്ക് കോൾ ചെയ്. നീ പറഞ്ഞ പോലെ നിനക്കിഷ്ടപ്പെട്ട ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയതല്ലേ? ആ ജോലി കഴിഞ്ഞാ നേരെ വീട്ടിലേക്ക് എത്തും. അദ്ദേഹം വരുന്നവരെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒന്നടങ്ങിയിരിക്കേ. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് അല്ലേ, അതുകൊണ്ടാ നിങ്ങൾക്ക് ഈ പ്രേമിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകാത്തത്. ഈ ഫീലിംഗ് എങ്ങനെയുണ്ടെന്ന് അറിയാമോ? മനസ്സിന് സമാധാനം ഉണ്ടാകില്ല. കാലം ഒരിടത്ത് ശരിക്കും നിൽക്കില്ല. ഒന്നല്ല, 1000 ചിന്തകൾ ഉണ്ടാവും. മനസ്സിലാക്കിക്കൂടെ? അവനായിട്ടുള്ള കല്യാണം നടക്കുന്നവരെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. ദേ നോക്ക്, നിന്റെ ഡാഡി എത്തിയല്ലോ. വാട്ട് ഹാപ്പൻ ഡാഡ്? ഭാവി മരുമോനെ കുറിച്ച്, അതെ ഐ മീൻ ഈ നിഹാരികയുടെ ഭാവി വരന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ? എന്റെ മകൾ എന്നോട് അത്രയ്ക്ക് ആവശ്യപ്പെട്ട കാര്യമല്ലേ, അറിയാണ്ട് വിടുവോ ഞാൻ? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാ വന്നേ. വെരി ഗുഡ്. ഇനി ഒട്ടും വൈകിപ്പിക്കാതെ അവന്റെ ഡീറ്റെയിൽസ് മൊത്തം ടപ്പ് ടപ്പെന്ന് പറഞ്ഞേ ഡാഡി. അവന്റെ പേര് ശ്രീകർ. ശ്രീകർ, വാട്ട് എ നൈസ് നെയിം. ശേഖറിന്റെ മരുമോന്റെ പേര് ശ്രീകർ. നിഹാരികയുടെ ഭാവി വരന്റെ പേര് ശ്രീകർ. എന്തൊരു കിടിലൻ പേരാണല്ലേ. നെക്സ്റ്റ് നെക്സ്റ്റ്. താമസിക്കുന്ന അങ്ങ് സിറ്റിയിലാ. സിറ്റിയിലെന്ന് പറയുമ്പോ നമ്മളോട് ഈക്വൽ ആയിട്ട് നിൽക്കുമെന്ന് സാരമല്ലേ? നമ്മളെക്കാൾ ഒരുപടി മുകളിലാ. ശ്രീകറിന്റെ പേരൻസിന്റെ പേര് വേദവതി പ്രസാദ് റാവു. അവിടുത്തെ അച്ഛന്റെ അമ്മയുടെ പേര് വരെ സോഫ്റ്റ് ആണല്ലോ. ഉറപ്പായിട്ടും ഇത് വർക്കൗട്ട് ആവും. എനിക്ക് എന്തായാലും ഇത് പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഡാഡി ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ വേഗം വണ്ടി എടുക്കാൻ നോക്ക്. എന്റെ മകളുടെ കല്യാണം സ്വർഗത്തിൽ വെച്ച് നിശ്ചയിച്ചതാണെന്ന് പറഞ്ഞ് മുതുക്കം വർത്താനം പറഞ്ഞിരിക്കാതെ എന്റെ മകള് തന്നെ പ്രേമിച്ച് തീരുമാനിച്ചതാണെന്നും പറഞ്ഞ് ശ്രീകറുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തിട്ട് വാ. നിനക്ക് എന്തിഷ്ടപ്പെട്ടാൽ അത് നീ വിടില്ലല്ലോ. അതുപോലെ നിനക്ക് ഇഷ്ടമുള്ളത് തരണ്ട ഞങ്ങളുടെ കടമയാ. ഉടനെ തന്നെ പോയി സംസാരിക്കാം. ഡാഡ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കണോ? പെട്ടെന്ന് പറന്നങ്ങ് എത്തണ്ടേ? ചെല്ല് ചെല്ല്. പോകാം മോളെ, പക്ഷേ വൺ കണ്ടീഷൻ. വാട്ട്? ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. ഇനി അഥവാ എന്തെങ്കിലും വിപരീതമായിട്ടുണ്ടായാ നീ അത് നിസ്സാരമായിട്ട് എടുത്തേക്കണം. നോ, നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയില്ല ഡാഡ്. ലൈഫില് ഒരുപാട് കാര്യങ്ങള് ഞാൻ സിമ്പിളായിട്ട് എടുത്തു. എന്താന്ന് വെച്ചാ അതൊന്നും ഞാൻ എന്റെ മനസ്സിലെടുത്ത് വെക്കാത്തത് കൊണ്ടാ. ബട്ട് ദിസ് ഗൈ എന്റെ മനസ്സവൻ കീഴ്പ്പെടുത്തി കളഞ്ഞു. സോ നിസ്സാരമായിട്ട് എടുക്കില്ല. നിങ്ങൾ നിർബന്ധമായത് വർക്കൗട്ട് ചെയ്തിട്ട് വരാവൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് ഗോ അഹെഡ്. ഞാനിവിടെ തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പനി എങ്ങാനും കൂടിയിട്ടുണ്ടാകുമോ? ഭേദമായി കാണുമോ? അവനി ശ്രീകരേട്ടാ, ഏട്ടാ പനി നന്നായിട്ട് മാറിയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ?
ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഏട്ടാ വന്നത്? വീട്ടിലിരുന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്തോടായിരുന്നു. വന്നാണോ കുറ്റം? അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ ഇറങ്ങിപ്പോവാം. വാ ഏട്ടാ, ഇരിക്കെ. ഞാൻ പോയി ഒരു കോഫി എടുത്തിട്ട് വരാം ഏട്ടാ. ഇന്നലെ രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ചില്ലേ? എന്നെ നോക്കിയില്ലേ? താനിപ്പോ എന്റെ അടുത്തൊന്ന് ഇരുന്നാ മാത്രം മതി. ഇരിക്കെ. താൻ ഇന്നലെ എപ്പോ വന്നില്ലായിരുന്നുവെങ്കിൽ മോർണിംഗ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഒന്ന് എണീക്കാൻ പോലും. നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാനാ ആ സമയത്ത് ദൈവം നിങ്ങളെ വിളിക്കാനായിട്ട് എന്നെ തോന്നിപ്പിച്ചത്. ഭർത്താവിന് ആപത്ത് വരുമ്പോ ഭാര്യയ്ക്ക് എത്രയ്ക്ക് ദേഷ്യമുണ്ടെങ്കിലും ഒരു ക്ഷണം പോലും ആലോചിക്കാതെ ഓടി വരുമെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി ആവനി. താങ്ക് യു സോ മച്ച് ആവനി. അതിന് ഞാൻ നിങ്ങളെ സഹായിച്ചില്ലല്ലോ, ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നിങ്ങളുടെ മേലുള്ള സ്നേഹത്തിന്റെ ബാധ്യതയാ. ഞാൻ എണീക്കുന്നതിന് മുൻപ് എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അമ്മ എന്നെ അവിടെ വെച്ച് അടിച്ച വിവരം ശ്രീകരേട്ടൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്നോടൊന്ന് പറയായിരുന്നില്ലേ? രാത്രി മുഴുവൻ കുറെ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് എനിക്ക് വിളിച്ചുണർത്താൻ തോന്നിയില്ല. പിന്നെ വീട്ടിലുള്ളവരൊക്കെ എത്തിയാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. താൻ അങ്ങോട്ടേക്ക് വന്നപ്പോ ആരും ഇല്ലായിരുന്നോ? അവരുടെ കണ്ണിൽ പെടാതെ ഞാൻ അങ്ങോട്ട് വന്നത്. എനിക്ക് സത്യം പറയാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് മാത്രമാ ഞാൻ കള്ളം പറയുന്നത്. പക്ഷേ താൻ എന്തിനാ ഇപ്പൊ കള്ളം പറയുന്നേ? ഞാനെന്ത് കള്ളം ഇപ്പൊ പറഞ്ഞേ? താൻ ശരിക്കും എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്നറിയാതെ ദേഷ്യത്തോടെ അമ്മ തന്റെ മുഖത്തടിച്ച കാര്യവും ഞാൻ അറിഞ്ഞു അവനി. അവനി, എങ്ങനെയാ താൻ ഇതൊക്കെ സഹിക്കുന്നേ? അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു വന്നതായിട്ടാ. എന്താന്ന് വെച്ചാ ആ സമയം എന്റെ ചിന്തകളില് എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ആവലാതി മാത്രമായിരുന്നു. പക്ഷേ ഒരൊറ്റ കാര്യം, ദിവസങ്ങൾ കഴിയുന്തോറും എന്റെ ക്ഷമ നശിച്ചു പോകുന്നുണ്ടേട്ടാ. ഓരോ സെക്കൻഡിലും എന്റെ ടെൻഷൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടി ആലോചിക്കും. ഈ താലി നിങ്ങൾ അഴിച്ചേക്കും. താനിപ്പോ എന്താ പറഞ്ഞതെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കഷ്ടമോ നഷ്ടമോ ഞാനത് സഹിച്ചോളാം. എന്റെ ഈ താലി നിങ്ങൾ അഴിച്ചോളൂ. ഈ താലിബന്ധം വേണ്ടെന്ന് കരുതിയ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ഇല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്നത് വരെ നിങ്ങൾ ഇതുപോലെ ഓരോന്ന് അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ പ്രാണം പോയാലും ഈ താലി താൻ നഷ്ടപ്പെടുത്തില്ലെന്നറിയാം.
എനിക്ക് ജീവനുള്ളിടത്തോളം എന്റെ സ്നേഹം തന്റെ കൂടെ ഉണ്ടാവും. അവസാനം വരേക്കും ഞാൻ കെട്ടിയ ഈ താലി തന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. അന്ന് വരേക്കും ഈ താലിയിൽ ആരും തൊടില്ല. നമ്മളെ വേറെ ആരും വേർപെടുത്തില്ല. വീട് വളരെ മനോഹരാണല്ലേ? അതെ. വരൂ പോകാം. ആ